8-ാം വാക്യം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അപ്പോൾ മാറ്റമില്ലാത്ത വാഗ്ദത്തം മാത്രമല്ല, മാറ്റമില്ലാത്ത വാഗ്ദത്തം തന്ന മാറ്റമില്ലാത്ത യേശു. ഹല്ലേലൂയ, സ്തോത്രം. ആരംഭവും അവസാനവുമില്ലാത്തവൻ, ആരംഭവും അവസാനവുമായവൻ. ഇന്നലെകളിൽ ഈ ദൈവം എങ്ങനെയെല്ലാം ചെയ്തോ ഇന്നും അതുപോലെ ചെയ്യുവാൻ ശക്തി കുറഞ്ഞിട്ടില്ല, നാളെയും അതുപോലെ ചെയ്യാൻ ശക്തി കുറഞ്ഞിട്ടില്ല. അതാ നമ്മുടെ ഉറപ്പ്, അതാ നമ്മുടെ ധൈര്യം. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ ഒന്ന്, സ്തോത്രം, മാറ്റമില്ലാത്ത വാഗ്ദത്തം. 2, മാറ്റമില്ലാത്ത വ്യക്തിത്വം. അതാരാണ്? ജീസസ് ക്രൈസ്റ്റ്. മൂന്നാമത്തേത് 14-ാം വാക്യം, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. പ്രൈസ് ഗോഡ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോ ഇപ്പോഴത്തെ ഈ ലോകം നമ്മൾ കാണുന്നത് നിലനിൽക്കത്തില്ല. സ്തോത്രം. അപ്പം നിലനിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു നഗരമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് ദൈവമക്കൾ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് തീരും. എന്നാൽ നിലനിൽക്കുന്ന തീരാത്ത ഒന്ന് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. 12-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ, അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന്. ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന്. എന്നിട്ട് ഇനിയൊരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവർ ആകൊണ്ട് നാം എന്ത് ചെയ്യണം? നന്ദിയുള്ളവരായിരിക്കണം. സൗജന്യമായിട്ട് ഇവിടെ 1 സെന്റ് മേടിക്കണമെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണം ആലോചിക്കും. അതിന് കിടന്നുകൊണ്ട് നമ്മൾ തലകുത്തി മറിയുക. ബാങ്കിൽ നിന്ന് അവിടെ ലോൺ, ഇവിടെ ലോൺ, മറ്റിടത്ത് ലോൺ, മറിച്ച് ലോൺ. ഇപ്പം ലോൺ എല്ലാം കൂടെ കയറി നിന്ന് പലിശ എല്ലാം കൂടെ വന്നൊരു സ്വസ്ഥതയില്ല. സഹോദരം, ദൈവം പറയുക ഇതൊക്കെ തൽക്കാലത്തേക്കുള്ളതാണ്, പക്ഷെ ഞാനൊന്ന് ഒരുക്കുന്നുണ്ട് നിങ്ങൾക്കൊരു വീടും ഫ്രീയാ. ഇതുപോലെ തരുന്ന ഏതെങ്കിലും ഒരു ബിൽഡർ ഉണ്ടോ? ഇതുപോലെ ഏതെങ്കിലും പണിയുന്ന ഒരു ആർക്കിടെക്റ്റ് ഉണ്ടോ? ഇല്ല. സ്തോത്രം. ഇതുപോലൊരു ബിൽഡർ വേറെ ഇല്ല. നമുക്ക് വേണ്ടി അതുപോലെ ഒന്ന് പണിതുകൊണ്ടിരിക്കുന്നതോർത്തൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ.